നമസ്കാരം, ഞാൻ ജെമി ജോൺ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. തന്ത്രപരമായ സംയോജനം, വെല്ലുവിളികളും അവസരങ്ങളും എന്ന വിഷയത്തിൽ നടന്ന ദേശീയ പ്രതിരോധ സുരക്ഷാ ഫോറം ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു. തന്ത്രപരമായ സംയോജനം, വെല്ലുവിളികളും അവസരങ്ങളും എന്ന വിഷയത്തിൽ നടന്ന ദേശീയ പ്രതിരോധ സുരക്ഷാ ഫോറം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും റോയൽ ഗാർഡ് കമാൻഡറും സുപ്രീം ഡിഫൻസ് കൗൺസിൽ സെക്രട്ടറി ജനറലുമായ ലഫ്റ്റനന്റ് കേണൽ ജനറൽ ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു. സായുധ സേനയുടെ പരമോന്നത കമാൻഡർ ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രപരമായ മുൻഗണനയായി സൈനിക സുരക്ഷാ സംയോജനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള ബഹ്റൈന്റെ പ്രതിബദ്ധത ഷെയ്ഖ് നാസർ ബിൻ ഹമദ് എടുത്തു പറഞ്ഞു. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ തന്ത്രപരമായ ദർശനവുമായി ഈ പ്രോഗ്രാം കിരീടാവകാശിയും സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും പ്രധാനമന്ത്രിയും ആയ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ പിന്തുണയോടെ ആണ് നടക്കുന്നത്. ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദിന്റെ രക്ഷാകർതൃത്വത്തിലാണ് ഫോറം നടക്കുന്നത്. റോയൽ ഗാർഡ് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡർ കേണൽ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ പരിപാടിയിൽ പങ്കെടുത്തു. ഹജ്ജ് ഉംറ യാത്രക്കാർക്ക് പുറപ്പെടുന്നതിന് 10 ദിവസം മുൻപ് മെനിഞ്ചൈറ്റിസ് വാക്സിൻ നിർബന്ധമെന്ന് ആരോഗ്യ മന്ത്രാലയം. ഹജ്ജ് ഉംറ സീസണിലെ സൗദി അറേബ്യയുടെ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പിന്തുടർന്ന് ആരോഗ്യ മന്ത്രാലയം 1 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള എല്ലാ യാത്രക്കാരും പുറപ്പെടുന്നതിന് 10 ദിവസം മുൻപെങ്കിലും നിർബന്ധിത മെനിഞ്ചൈറ്റിസ് വാക്സിൻ എടുക്കണമെന്ന് പ്രഖ്യാപിച്ചു. വാക്സിൻ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. യാത്രക്കാർ സൗദി അറേബ്യയിലേക്ക് പുറപ്പെടുന്നതിന് കുറഞ്ഞത് 10 ദിവസം മുൻപ് അംഗീകൃത ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും നൽകുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കും. വാക്സിനേഷൻ പുതിയതല്ലെന്നും ഹജ്ജ് യാത്രയ്ക്കുള്ള ഒരു മാനദണ്ഡമായി തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വാക്സിൻ സ്വീകരിക്കുന്നതിന് യാത്രക്കാർക്ക് അവരുടെ പ്രാദേശിക ആരോഗ്യ കേന്ദ്രം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സന്ദർശിക്കാമെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ബഹ്റൈനിൽ നൽകുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് 5 വർഷത്തേക്ക് സാധുത ഉള്ളതായിരിക്കുമെന്നും അറിയിച്ചു. പ്രതിരോധിക്കാവുന്ന സാംക്രമിക രോഗങ്ങളിൽ നിന്ന് പരിരക്ഷിക്കുന്നതിന് നിർബന്ധിതവും ശുപാർശ ചെയ്തതുമായ എല്ലാ വാക്സിനേഷനുകളും പൂർത്തിയാക്കേണ്ടതിന്റെ പ്രാധാന്യം മന്ത്രാലയം എടുത്തു പറഞ്ഞു. കേരളോത്സവം 2025 സമാജത്തിൽ പുരോഗമിക്കുന്നു. ഇനി കലയുടെ ദിനങ്ങൾ. ബഹ്റൈൻ കേരളീയ സമാജം കുടുംബാംഗങ്ങളുടെ കലാസാഹിത്യ വാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിൽ വിവിധ മത്സരങ്ങൾ ആരംഭിച്ചു. ചെറുകഥ, ലേഖന മത്സരങ്ങൾ, നാടൻപാട്ട്, പെൻസിൽ ഡ്രോയിങ് തുടങ്ങിയ വ്യക്തിഗത ഇന മത്സരങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായി. സമാജം കുടുംബാംഗങ്ങളെ 5ഓളം ഹൗസുകളായി തിരിച്ചു നടക്കുന്ന വാശിയേറിയ മത്സരങ്ങളിൽ മികച്ച പങ്കാളിത്തമാണ് ലഭിക്കുന്നത് എന്ന് കേരളോത്സവം കൺവീനർ ആഷ്ലി കുര്യൻ മഞ്ഞില പറഞ്ഞു. 11 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അരങ്ങേറുന്ന കേരളോത്സവത്തിന്റെ ഭാഗമായി ബിനാലെ മോഡലിൽ നടത്തുന്ന ആർട്ട് ഇൻസ്റ്റലേഷൻ മത്സരത്തിന്റെ നിർമ്മാണങ്ങൾ സമാജം പാർക്കിംഗ് ഗ്രൗണ്ടിൽ നടന്നുവരുന്നു. 5 വ്യത്യസ്ത ഹൗസുകൾ നിർമ്മിക്കുന്ന സ്റ്റേഷനുകൾ ഫെബ്രുവരി 1 പൂർത്തിയാകും. ജനുവരി 31 ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന മാസ് പെയിന്റിംഗ് മത്സരത്തിലും 5 ഹൗസുകളെ പ്രതിനിധീകരിച്ചുള്ള ടീമുകൾ മാറ്റുരയ്ക്കും. ആർട്ട് ഇൻസ്റ്റലേഷനും മാസ് പെയിന്റിങ്ങുകളും കാണാൻ ഫെബ്രുവരി 1 വൈകിട്ട് 9 മണി മുതൽ പൊതുജനത്തിനും സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. ഫെബ്രുവരി 1 മുതൽ പുനരാരംഭിക്കുന്ന വ്യക്തിഗത ഇനങ്ങൾ അവസാനിക്കുന്നതോടെ വാശിയേറിയ ഗ്രൂപ്പ് ഇനങ്ങൾ ആരംഭിക്കും. കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള 50ഓളം വരുന്ന കലാസാഹിത്യ മത്സരങ്ങളിൽ 500-ലധികം സമാജം അംഗങ്ങളാണ് പങ്കെടുക്കുന്നത്. സമാജം അംഗങ്ങളുടെ വിവിധ സാഹിത്യ കലാരുചികൾ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് കേരളോത്സവമെന്നും ഈ അവസരം യഥാവിധി ഉപയോഗിച്ച് പരിപാടികളിൽ പങ്കെടുക്കുന്ന മെമ്പർമാരെ അനുമോദിക്കുന്നതായും സമാജം വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാറും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. ഇന്ത്യൻ സ്കൂൾ 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഫെയർവെൽ സംഘടിപ്പിച്ചു. സ്കൂൾ വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ദീപം തെളിയിച്ചു. സ്കൂൾ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, സീനിയർ സ്കൂൾ ആൻഡ് അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ G സതീഷ്, മിഡിൽ സെക്ഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ്, ഹെഡ് ടീച്ചർ റെജി വർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ദേശീയ ഗാനാലാപനത്തോടെയും തുടർന്ന് വിശുദ്ധ ഖുർആൻ പാരായണത്തോടെയും പരിപാടി ആരംഭിച്ചു. അസിസ്റ്റന്റ് ഹെഡ് ഗേൾ OVയ പ്രിയ സ്വാഗതം പറഞ്ഞു. 11ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് സീനിയർ വിദ്യാർത്ഥികൾക്ക് വിടവാങ്ങൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ഹെഡ് ബോയ് ഷാൻ ഡയമണ്ട് ലൂയിസും ഹെഡ് ഗേൾ അബിഗെയിൽ എലീസ് ഷിബുവും കേക്ക് മുറിച്ചു. ഡോക്ടർ മുഹമ്മദ് ഫൈസൽ അധ്യക്ഷ പ്രസംഗം നടത്തി. ഷാൻ ഡയമണ്ട് ലൂയിസ്, അബിഗെയിൽ എലീസ് ഷിബു പ്രചോദനാത്മകമായ വിടവാങ്ങൽ പ്രസംഗങ്ങൾ നടത്തി. അധ്യയന വർഷത്തിലെ പ്രധാന സംഭവങ്ങളും ഓർമ്മകളും പകർത്തിയ ഒരു അവിസ്മരണീയ വീഡിയോ പ്രേക്ഷകർക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. മ്യൂസിക്കൽ ബാൻഡ് അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ചു. അസിസ്റ്റന്റ് ഹെഡ് ബോയ് ബ്രൈൻ എ ബിജു നന്ദി പറഞ്ഞു.
വൈവിധ്യമാർന്ന സാംസ്കാരിക പ്രകടനങ്ങളും രസകരമായ ഗെയിമുകളും ഉണ്ടായിരുന്നു. അർഹരായ വിദ്യാർത്ഥികൾക്ക് മികവിനുള്ള അവാർഡുകൾ സമ്മാനിച്ചു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു. ഒരു ഇടവേള. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. വാർത്തകൾ തുടരുന്നു. ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളും സംരക്ഷിക്കണം. OICC ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയും ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഭരണഘടനാ സ്ഥാപനങ്ങളും ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ ഓരോ ഇന്ത്യക്കാരനും ഉത്തരവാദിത്തമുണ്ടെന്ന് ബഹ്റൈൻ OICCയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്ത നേതാക്കൾ അഭിപ്രായപ്പെട്ടു. നൂറ്റാണ്ടുകൾ വിദേശാധിപത്യത്തിൽ കഴിഞ്ഞ നമ്മുടെ മാതൃരാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ മോചിപ്പിക്കാൻ നേതൃത്വം നൽകിയ ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. ജീവൻ ഹോമിച്ച ധീര രക്തസാക്ഷികൾ, നമ്മുടെ ഭരണഘടനാ ശില്പികൾ അടക്കം ആളുകളെ സ്മരിച്ചുകൊണ്ട് മാത്രമേ രാജ്യത്തിന്റെ ഓരോ ആഘോഷവും പൂർത്തിയാവുകയുള്ളൂ. ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഭരണാധികാരികൾ, നിഷ്പക്ഷമായി നിലപാടുകൾ എടുക്കാത്ത ഭരണഘടനാ സ്ഥാപനങ്ങളിലെ അധികാരികളിലൊക്കെ രാജ്യത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുവാനും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ സമൂഹത്തിൽ മാറ്റി നിർത്തുവാനുമാണ് ശ്രമിക്കുന്നത്. AICCയുടെ നിർദ്ദേശപ്രകാരം ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ അധ്യക്ഷത വഹിച്ച യോഗം OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ഉദ്ഘാടനം ചെയ്തു. OICC ട്രഷറർ ലത്തീഫ് ആയംചേരി, ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു, ജേക്കബ് തേക്കുന്തോട്, സെയ്ദ് MS, വൈസ് പ്രസിഡന്റുമാരായ ഗിരീഷ് കാളിയത്ത്, സിൻസൺ ചാക്കോ പുലിക്കോട്ടിൽ, നസീം തൊടിയൂർ, OICC നേതാക്കളായ ജോണി താമരശ്ശേരി, വിനോദ് ദാനിയൽ, സൽമാനുൽ ഫാരിസ്, PT ജോസഫ്, ചന്ദ്രൻ വളയം, രഞ്ജിത്ത് പടിക്കൽ, ബ്രൈറ്റ് രാജൻ, അനിൽകുമാർ കൊടുവള്ളി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർമാരായ അലക്സ് മഠത്തിൽ സ്വാഗതവും നെൽസൺ വർഗീസ് നന്ദിയും രേഖപ്പെടുത്തി. യോഗത്തിന് OICC നേതാക്കളായ സുമേഷ് ആനേരി, സിജു പുന്നവേലി, ബിപിൻ മാടത്തേത്ത്, സിബി അടൂർ, കുഞ്ഞു മുഹമ്മദ്, ബിജു കട്ടച്ചിറ, റോയ് മാത്യു, അനിൽകുമാർ, റെജി ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. ഹോപ്പ് ബഹ്റൈൻ 2 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം നൽകി. കാസർഗോഡ് സ്വദേശിയായ മണിപ്രസാദ് നെഞ്ചുവേദനയുണ്ടായി സൽമാനിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയായിരുന്നു. പരിശോധനകളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളാണെന്ന് കണ്ടെത്തി. ഹൃദയസംബന്ധമായ അസുഖത്തിനൊപ്പം കരൾ, വൃക്ക തകരാറുകൾ കണ്ടെത്തി. എത്രയും വേഗം നാട്ടിലയച്ച് വിദഗ്ധ ചികിത്സ നൽകാൻ നിർദ്ദേശിച്ച ഇദ്ദേഹത്തിന് യാത്രാ നിരോധനം നേരിടുകയായിരുന്നു. 2019 ഒരു സുഹൃത്തുമായി ചേർന്ന് ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പ് തുടങ്ങുകയും കൊറോണ വന്നതോടെ വലിയ നഷ്ടത്തിലാവുകയും ചെയ്തു. ബഹ്റൈനിൽ ഒട്ടേറെ സാമ്പത്തിക ബാധ്യതകളും കേസുകളും നിലനിന്നിരുന്നു. കൂടാതെ നാട്ടിലെ വീട് ജപ്തി ഭീഷണിയിലുമായിരുന്നു. യാത്ര സാധ്യമാക്കാൻ നാട്ടിൽ നിന്നും ബഹ്റൈനിലെ സുഹൃത്തുക്കളും കാരുണ്യ കൂട്ടായ്മ, പ്രതിഭ ബഹ്റൈൻ, രാജീവ് വെള്ളിക്കോത്ത് തുടങ്ങിയവരും സഹായം നൽകി. പ്രവാസി ലീഗൽ സെൽ പ്രസിഡന്റ് സുധീർ തിരുതലത്തിന്റെ നിരന്തരമായ ശ്രമഫലമായാണ് യാത്രാ നിരോധനം നീക്കിയത്. 2.5 മാസം മുൻപ്
ഹോസ്പിറ്റൽ വിസിറ്റ് ടീമിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഇദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി മറ്റ് സന്നദ്ധ ഗ്രൂപ്പുകളിലേക്കും പ്രവാസി ലീഗൽ സെല്ലിലേക്കും വിഷയം എത്തിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ റൂം വാടക, കോടതിയിൽ അടയ്ക്കേണ്ടതായിരുന്ന ഫീസ്, അസീൽ സൂപ്പർമാർക്കറ്റിന്റെ സഹായത്തോടെ ഭക്ഷണം എന്നിവയും ഹോപ്പ് നൽകി. കൂടാതെ നാട്ടിലേക്ക് യാത്രയാകുമ്പോൾ തുടർ ചികിത്സയ്ക്ക് യാതൊരു മാർഗവും ഇല്ലാതിരുന്ന ഇദ്ദേഹത്തിന് ഇന്ത്യൻ റുപ്പീസ് 1,73,872 രൂപ അക്കൗണ്ടിൽ അയച്ചു നൽകി. മാത്രവുമല്ല 2 ചെറിയ മക്കളടങ്ങുന്ന കുടുംബത്തിന് സമ്മാനങ്ങൾ അടങ്ങിയ ഹോപ്പിന്റെ ഗൾഫ് കിറ്റും നൽകിയാണ് യാത്രയാക്കിയത്. ഹോപ്പിന്റെ ഹോസ്പിറ്റൽ വിസിറ്റ് ടീം അംഗങ്ങളായ സാബു ചിറമേൽ, അഷ്കർ പുഴിത്തല, ഫൈസൽ പട്ടാണ്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഹറഖ് മലയാളി സമാജം റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. മുഹറഖ് മലയാളി സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. MMS ഓഫീസിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടി രക്ഷാധികാരി എബ്രഹാം ജോൺ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അനസ് റഹീം അധ്യക്ഷനായിരുന്നു. ദേശഭക്തി ഗാനാലാപവും റിപ്പബ്ലിക് ദിന പ്രതിജ്ഞയും മധുര വിതരണവും ഉൾപ്പെടെയായിരുന്നു ആഘോഷം. ഉപദേശക സമിതി ചെയർമാൻ ലത്തീഫ് കെ ആമുഖപ്രസംഗം നടത്തി. ആക്ടിംഗ് സെക്രട്ടറി സുനിൽ കുമാർ സ്വാഗതവും ട്രഷറർ ശിവശങ്കർ നന്ദിയും പറഞ്ഞു. IYCC ബഹ്റൈൻ ക്യാപ്റ്റൻസ് മീറ്റ് സംഘടിപ്പിച്ചു. IYCC ബഹ്റൈൻ സ്പോർട്സ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് കേരള കപ്പ് 2025ന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് ക്യാപ്റ്റൻസി മീറ്റ് മനാമ കാലിക്കറ്റ് ഫുഡ് സിറ്റി ഹാളിൽ വെച്ച് ചേർന്നു. കേരള ഫുട്ബോൾ അസോസിയേഷൻ ബഹ്റൈനുമായി സഹകരിച്ച് നടത്തുന്ന കളിയുടെ വിശദവിവരങ്ങൾ IYCC ബഹ്റൈൻ സ്പോർട്സ് വിംഗ് കൺവീനർ റീനോ സഖറിയ യോഗത്തിൽ വിശദീകരിച്ചു. ബഹ്റൈനിലെ 8 പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ജനുവരി 30, 31 തീയതികളിൽ ഹൂറ അൽറ്റീൽ ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത്. എല്ലാവരെയും മത്സരം വീക്ഷിക്കാൻ ക്ഷണിക്കുന്നതായി IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയുട്ട് എന്നിവർ അറിയിച്ചു. ഒരു ഇടവേള കൂടി. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. മറ്റ് പ്രധാന വാർത്തകൾ നോക്കാം. പ്രകാശതീരം 2025 സ്വാഗത സംഘം രൂപീകരിച്ചു. ICF ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന 10ാമത് ദ്വിദിന ഖുറാൻ പ്രഭാഷണം പ്രകാശതീരം 25 പരിപാടിയുടെ വിജയത്തിന് വിപുലമായ സ്വാഗത സംഘം നിലവിൽ വന്നു. ചെയർമാൻ അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ, ജനറൽ കൺവീനർ സിയാദ് വളപട്ടണം, നൌഷാദ് കണ്ണൂർ എന്നിവർ പ്രധാന ഭാരവാഹികളായി 51 അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. പ്രമുഖ പണ്ഡിതനും അനുഗ്രഹീത പ്രഭാഷകനും കുറ്റ്യാടി സിറാജുൽ ഹുദ വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ സ്ഥാപകനുമായ മൗലാന പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫിയുടെ ഖുറാൻ പ്രഭാഷണം ഫെബ്രുവരി 21, 22 തീയതികളിലായി അദാരി പാർക്കിലാണ് നടക്കുന്നത്. മനാമ സുന്നി സെന്ററിൽ ചേർന്ന പ്രവർത്തക കൺവെൻഷൻ ICF നാഷണൽ ദവാ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫിയുടെ അധ്യക്ഷതയിൽ KC സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. MC അബ്ദുൽ കരീം, ഷാനവാസ് മദനി, ഉസ്മാൻ സഖാഫി, റഫീഖ് ലത്തീഫി, മുസ്തഫ ഹാജി, സമദ് കാക്കടവ് എന്നിവർ സംസാരിച്ചു.
ബഹ്റൈൻ മലയാളി കുടുംബം നില 2025 പരിപാടി മാറ്റിവെച്ചു. ബഹ്റൈൻ മലയാളി കുടുംബം BMK ജനുവരി 31 വൈകുന്നേരം 5 മണി മുതൽ KCA ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുവാൻ നിശ്ചയിച്ചിരുന്ന പുതുവത്സരാഘോഷങ്ങൾ നില 2025 ചില സാങ്കേതിക തടസ്സങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നതായി സംഘാടക സമിതി അറിയിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരം എല്ലാ പരിപാടികളോടെ നില 2025 സംഘടിപ്പിക്കുന്ന പുതുക്കിയ തീയതിയും സ്ഥലവും ഉടൻ അറിയിക്കുമെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടി BMK മുഖ്യ രക്ഷാധികാരി ബിനോയ് മൂത്താട്ട്, പ്രസിഡന്റ് ധന്യ സുരേഷ്, വൈസ് പ്രസിഡന്റ് ബാബു MK, സെക്രട്ടറി പ്രജിത്ത് പീതാംബരൻ, ട്രഷറർ ലിതുൻ കുമാർ, ഉപദേശക സമിതി അംഗം അബ്ദുൾ റഹ്മാൻ എന്നിവർ അറിയിച്ചു. പ്രവാസികളോടുള്ള നികുതി വിവേചനത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രവാസി ലീഗൽ സെൽ പ്രവാസി ലീഗൽ സെൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് നൽകിയ നിവേദനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2024 കൊണ്ടുവന്ന ധനകാര്യ നിയമത്തിൽ ഇന്ത്യയിൽ താമസിക്കുന്നവരെയും പ്രവാസികളെയും വ്യത്യസ്തരായി കാണുന്ന നയം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയുടെ ലംഘനമാണെന്നും അടിയന്തരമായി ഈ വിവേചനം അവസാനിപ്പിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. ഇന്ത്യയിലെ വസ്തു കൈമാറ്റം ചെയ്യുമ്പോഴുണ്ടാകുന്ന വരുമാനത്തിൽ പ്രവാസികൾ കൂടുതലായി വരുമാന നികുതി നൽകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാരെ വ്യത്യസ്തരായി കാണുന്ന ഈ തീരുമാനം പിൻവലിക്കണമെന്നും മറ്റുമാണ് നിവേദനത്തിലെ പ്രധാന ആവശ്യം. പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാമാണ് ലീഗൽ സെല്ലിനായി നിവേദനം സമർപ്പിച്ചിരിക്കുന്നത്. പ്രവാസ മേഖലയിൽ വൻ പ്രതിഷേധം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഈ നയം അടിയന്തരമായി പിൻവലിക്കണമെന്നും അനുകൂല നടപടി ഉണ്ടാകാത്ത പക്ഷം കോടതിയെ സമീപിക്കുമെന്നും പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ വക്താവും ബഹ്റൈൻ ചാപ്റ്റർ അധ്യക്ഷനുമായ സുധീർ തിരുനിലത്ത്, ദുബായ് ചാപ്റ്റർ അധ്യക്ഷൻ TN കൃഷ്ണകുമാർ, അബുദാബി ചാപ്റ്റർ അധ്യക്ഷൻ ജയ്പാൽ ചന്ദ്രസേനൻ, ഷാർജ അജ്മാൻ ചാപ്റ്റർ അധ്യക്ഷ ഹാജി റാബി വലിയകത്ത്, UK ചാപ്റ്റർ അധ്യക്ഷ അഡ്വക്കേറ്റ് സോണിയ ഉണ്ണി, കുവൈറ്റ് ചാപ്റ്റർ അധ്യക്ഷൻ ബാബു ഫ്രാൻസിസ്, ഇറ്റലി ചാപ്റ്റർ കോർഡിനേറ്റർ പ്രൊഫസർ ജോസ് ഫിലിപ്പ്, കാനഡ കോർഡിനേറ്റർ ബിജു ഫിലിപ്പ് എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ചരിത്രം കുറിച്ച് ISRO GSLV F-15 NVS-02 വിക്ഷേപണം വിജയകരം. ISROയുടെ ബഹിരാകാശ കവാടമായ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാം വിക്ഷേപണം വിജയം കണ്ടു. ഗതിനിർണയ ഉപഗ്രഹമായ NVS-02വിനെ GSLV F-15 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ചു. രാവിലെ 6:23 ശ്രീഹരിക്കോട്ടയുടെ സെഞ്ചുറി വിക്ഷേപണ വാഹനം കുതിച്ചുയർന്നത്. 1971 ISRO ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ആദ്യ റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. ചാന്ദ്രയാൻ, മംഗൾയാൻ, ആദിത്യ, SRE തുടങ്ങി ഒടുവിൽ സ്പേസ് ഡോക്കിംഗ് എന്ന ചരിത്ര മുഹൂർത്തത്തിനും തൂക്കമിട്ടത് ഇവിടെ നിന്നു തന്നെ. റോക്കറ്റുകളുടെ ഘടകങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള സൗകര്യം തുടങ്ങി റേഞ്ച് ഓപ്പറേഷന് വരെ സൗകര്യമുണ്ട് ശ്രീഹരിക്കോട്ടയിൽ. ഗഗൻയാൻ, ശുക്രയാൻ, 4ാം ചന്ദ്രയാൻ, ബഹിരാകാശ നിലയ നിർമ്മാണം തുടങ്ങി എല്ലാ വരുംകാല ചരിത്ര ദൗത്യങ്ങൾക്കും പഠനങ്ങൾക്കും പിന്നിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററും ഉണ്ടാകും. മുൻ ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷണം ആവശ്യപ്പെട്ട് അപ്പീലുമായി കുടുംബം. CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ K മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. വസ്തുതകൾ പരിഗണിക്കാതെ സിംഗിൾ ബെഞ്ച് വിധിയെന്നാണ് കുടുംബത്തിന്റെ പ്രധാന വാദം. CBI അന്വേഷണ ആവശ്യം തള്ളിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുകളുണ്ട്. ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പ്രതിസ്ഥാനത്ത്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തെ സ്വാധീനിക്കുവാനും തെളിവ് നശിപ്പിക്കുവാനും സാധ്യതയുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അപൂർവ സാഹചര്യമാണുള്ളത്. മരണത്തിൽ സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണം വേണമെന്നും കുടുംബത്തിന് നീതി ലഭിച്ചുവെന്ന് പൊതുസമൂഹത്തിനു കൂടി ബോധ്യപ്പെടാനാകണമെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ രക്തസാന്നിധ്യത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വഴി ഉത്തരം ലഭിച്ചില്ല. ആത്മഹത്യ എങ്കിൽ ഉമിനീര് പുറത്തു വരുമായിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇക്കാര്യത്തിലും നിശബ്ദത പാലിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ വാദം. കേസ് ഡയറിയിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും സിംഗിൾ ബെഞ്ച് ശരിയായി പരിശോധിച്ചില്ലെന്നും കേസിൽ CBI അന്വേഷണം അനിവാര്യമാണ് എന്നും K മഞ്ജുഷ അപ്പീൽ വാദം ഉന്നയിക്കുന്നു. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.